ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അമ്മുക്കുട്ടിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ കുട്ടൂശ, ശോഭമ്മ വിളിച്ചേ. ശോഭമ്മ ശോഭമ്മ വിളിച്ചേ. ശോഭമ്മ കൊത്തല്ലിട്ട വിളിച്ചേ. ശോഭമ്മ കൊച്ചിലെ പെച്ചിന് എന്തിനാ കൊച്ചിനുണ്ട്? പാവല്ല. നോക്കൂ, ഞാൻ ചെറിയൊരു ബിരിയാണിയുടെ പണിപ്പുരയിലാണ് കൂട്ടുകാരെ. അതിനകത്ത് എന്തൊക്കെ ഇട്ടെന്ന് മനസ്സിലായോ? സവോള, ഒരു 7 സവോള, ഒരു 1.25 ചിക്കന്, ഒരു 7 സവോള എടുത്തിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റി. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വഴറ്റി. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ തക്കാളി ഇട്ട് തൈരിട്ടു. 2 തക്കാളി, ഒരു കപ്പ് തൈരിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി 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 ഇരിക്കണം. അതിൻ്റെ അകത്ത് പട്ട, കറിയാമ്പ്, ഏലക്ക കുറേശ്ശെ ഇതിട്ടിട്ട് ഞാൻ വഴറ്റാണ്. മക്കളെ, അമ്മ വലിയ കുക്കൊന്നുമല്ല, എന്നാലും അമ്മ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലെ മോന് നല്ല പറയും, എപ്പോഴും പറയും അമ്മ അടിപൊളിന്ന്. നിങ്ങൾക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം, എന്നാലും അമ്മയുടെ കൊച്ചു വീഡിയോ, അമ്മക്കുട്ടിയുടെ വീഡിയോയിൽ ചെറിയൊരു ഇടക്കിടക്കിടക്കൊക്കെ കുറച്ച് കുക്കിംഗ് കാണിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയില ഇടും ഞാൻ. സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാവേ. അതിനിടയ്ക്ക് നമ്മുടെ ചോറ് റെഡിയാക്കാനായിട്ട് 3 കപ്പ് അരിക്ക് 5.25 കപ്പ് വെള്ളത്തിൽ പട്ട, കറിയാമ്പ്, ഏലക്ക, ജീരകം, തക്കാളി, വേണ്ട ഒരു സ്പെഷ്യൽ ലീഫ് വേണ്ട. ഇത് തിരൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞാൻ. അവരുടെ ബിരിയാണി ഒരു ലീഫാണത്. പിന്നെ തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സവോള, ഇതെല്ലാം കൂടി അഴിഞ്ഞ് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ അരിക്കുട്ടന്മാരെ അതിൻ്റെ അകത്തേക്ക് എടുത്തിടും. ഇത് നല്ല എണ്ണ തെളിയുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേ. കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഇടാം, ടേസ്റ്റിന് കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിതിൻ്റെ എണ്ണ തെളിയുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കും. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഇട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വറുത്തെടുത്തിട്ടിടാം. അതൊരു നമ്മുടെ കൊച്ചി സ്റ്റൈലാണ്. ഞാൻ വറുക്കുന്നില്ല. എറണാകുളം സ്റ്റൈല് ഞങ്ങൾ വറുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കും. ഞാൻ പക്ഷെ വറുക്കുന്നില്ല. ഇത് കണ്ടോ, ഇത്രയും വഴന്നു. കൂട്ടുകാരെ, ഇത് നമ്മുടെ എണ്ണ തെളിഞ്ഞിട്ടില്ലട്ടെ. ഇതുവരെയും എണ്ണ തെളിയുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. എണ്ണ തെളിയുന്ന വരെ നമ്മൾ നോക്കി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേ നമ്മൾ ചിക്കൻ ഇടാൻ പാടുള്ളൂ. ചിക്കൻ ഇട്ടതിന് ശേഷം മല്ലിയില, കുറച്ച് പുതിനയിലയൊക്കെ ഇടാം. കുട്ടി ഒരു കാര്യം പറയാൻ മറന്നുപോയി, കുറച്ച് സോസ് ഒഴിക്കുന്നത്. ഇച്ചിരി മധുരം ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഇച്ചിരി സോസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് ഗ്രേവിക്ക് ഇത്തിരി മധുരം ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ വെള്ളം തിളയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ പതുക്കെ അരി ഇടുന്നു. 3 കപ്പ് അരി കഴുകി വാരി വെച്ചതായിരുന്നു, അത് നമ്മളിടുന്നു കേട്ടോ. വേണ്ട മക്കളെ, എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? ഉപ്പ് നോക്കണം ശരിയമ്മ, എന്നിട്ട് വേണം തിളച്ച് വന്നല്ലേ ഇനി ഉപ്പൊന്ന് നോക്കണം. എൻ്റെ ഉപ്പൊന്ന് നോക്കി. ഈ എണ്ണ തെളിയുന്നതിലാണ് കേട്ടോ ടേസ്റ്റ് ഇരിക്കുന്നത് ചിക്കൻ കറിയുടെ. എണ്ണ തെളിയുന്നതിന് മുമ്പ് ചിക്കൻ ഒരിക്കലും ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും. അതല്ല, ആവശ്യമുണ്ടെങ്കിൽ വേണ്ട. എണ്ണ തെളിഞ്ഞ് വല്ലാണ്ടോ കൂട്ടുകാരെ? കണ്ടോ കൂട്ടുകാരെ, നമ്മൾ ചിക്കൻ ഇടുകയാണ്. അപ്പോൾ മക്കളെ, ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി
അരപ്പൊക്കെ അതിൻ്റെ അകത്തേക്ക് പിടിപ്പിക്കുക നന്നായിട്ട്. അതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയായി. എന്നിട്ടിത് ദമ്മിടണം. ഇത് രണ്ടും കൂടി ദമ്മിടും. ചോറ് വെന്തു 3/4 ഭാഗം. ഇനിയിത് കൂട്ടുകാരെ നമ്മളുടെ അണ്ടിപ്പരിപ്പ് വറക്കുന്നു. ഇത് വറുത്ത് വെച്ചിട്ടുണ്ട് ദമ്മിടാൻ. എനിക്ക് ബിരിയാണിക്ക് സ്മെല്ല് ചെയ്യാനായിട്ട് ഞാൻ പൈനാപ്പിൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതും ദമ്മിടും കേട്ടോ. നോക്കൂ കൂട്ടുകാരെ, ഞാൻ ദമ്മിട്ടു, ചോറിട്ടു, ഇറച്ചിയിട്ടു. ഇത് വേണ്ട, നമ്മുടെ സവോള വറുത്തതിട്ടു, ക്യാഷ്നട്ട്, ഗരം 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 ക്യാഷ്നട്ട്, കുറച്ച് കിസ്മസ് അതിന് മുകളിലിട്ടാൽ മതി, കുറച്ചിട്ടാൽ മതി. കുറച്ച് കിസ്മസ് അതിൻ്റെ മുകളിൽ കൂടി ഇടുന്നു. നോക്കൂ കൂട്ടുകാരെ, ഇനി ഇതിൽ നമ്മൾ കുറച്ച് പൈനാപ്പിൾ അരച്ചത് കൂട്ടുകാരെ പാലിൽ ഇച്ചിരി മഞ്ഞളിട്ടിട്ട് ഒഴിക്കണം. അപ്പം ബിരിയാണിക്ക് എന്തെങ്കിലും ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇച്ചിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാം. ഓക്കെ കൂട്ടുകാരെ, ദമ്മിട്ട് കഴിഞ്ഞു കണ്ടോ. ദമ്മിട്ട് നമ്മൾ ഇനി അത് മൂടി വെച്ച് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കയറ്റി, ആ വെയിറ്റ് എടുക്കൂ, വെയിറ്റ് നോക്കൂ മക്കളെ. ഞാൻ ബിരിയാണി ദമ്മിട്ടു, അതിൻ്റെ മുകളിലൊരു വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, നോക്കൂ നമ്മുടെ തത്തക്കുട്ടി കുട്ടുഷാ, കുട്ടുഷാ നോക്ക്, കുട്ടുഷാ വാ ഇവിടെ വരൂ കുട്ടുഷാ, കമോൺ. എല്ലാവരും അമ്മുക്കുട്ടിയുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടുഷ പറയേ, ബെല്ലൊന്ന് അടിക്കണേ, പറയൂ കുട്ടുഷ.